ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്ക് ബൈ നീതു. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. എന്നാൽ ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. ഗോതമ്പ് പൊടിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വറുത്തെടുക്കണം. കൈയെടുക്കാതെ വറുത്തെടുക്കണം, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കളറ് ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ ഈ ഒരു ടൈമിൽ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാടങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ നന്നായി ചൂടായാൽ മാത്രം മതി. തേങ്ങ ചേർത്ത് ഒരു 2-3 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായി 3 ആണി വെല്ലമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു കടായിലേക്ക് ചേർക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് ശർക്കര നന്നായി നമുക്ക് ഉരുക്കിയെടുക്കാം. ശർക്കരപ്പാനി തിളച്ച് വരുന്നുണ്ട്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ലവണ്ണം ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഈ ശർക്കരപ്പാനി ഒന്ന് അരിച്ച് മാറ്റണം. ഇതിൽ കല്ലും പൊടിയെല്ലാം ഉണ്ടാവും. അരിച്ചെടുത്ത ശർക്കരപ്പാനി ഇതേ കടായിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരപ്പാനിയിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മിക്സ് ചേർക്കാം. കുറച്ചായി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ടൈമിൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. എത്രയോ ആയിക്കഴിഞ്ഞാലും നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പാച്ചുല വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത ബദാം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 20 മിനിറ്റിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്വീറ്റാണ്. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. ബൈ ബൈ. താങ്ക് യു.